എൻ്റെ പേര് ഫെമി റൈബിൻ, തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്ന് വരുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. രണ്ടാമത്തെ മകൾക്ക് 7 വയസ്സായി. അപ്പം മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞങ്ങൾ എൽറുഹ ദേവശബ്ദം കൺവെൻഷനിൽ കഴിഞ്ഞ നവംബറിൽ പങ്കെടുത്തിരുന്നു. അപ്പം അതിൽ ജപമാല കഴിഞ്ഞുള്ള ആരാധനയിൽ ബ്രദർ വിളിച്ച് പറഞ്ഞു, സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യേണ്ട മക്കൾ ജനിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു, ആ തടസ്സങ്ങൾ ഇപ്പം മാറിയെന്ന്. അപ്പോൾ അത് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ഞാൻ വിചാരിച്ചു. പിന്നെ കൗൺസിലിങ്ങിൽ പോയപ്പോൾ ബ്രദർ ചോദിച്ചു, എത്ര മക്കളാണ്? 3 മക്കളാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞല്ല 2 മക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഒരു കുഞ്ഞിനെ ദൈവം കാണിക്കുന്നുണ്ട്, അതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിലച്ഛൻ വിളിച്ച് പറഞ്ഞു, 3ാമത് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചു. ഞാനിപ്പോൾ 4 മാസം പ്രഗ്നൻ്റാണ്. പിന്നെ എൻ്റെ കയ്യിൽ അരിമ്പാറ ഉണ്ടായിരുന്നു. വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പെരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറി. പിന്നെ മകൻ്റെ മുട്ടുകൈമ ചെറിയ കുരുക്കൾ പോലെ അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒലിവ് ഓയിൽ പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നെ വീട്ടിൽ പാറ്റശല്യം ഉണ്ടായിരുന്നു. വെഞ്ചരിച്ച കല്ലുപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറി. പിന്നെ ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു വീടുണ്ടായിരുന്നു. അത് 1 വർഷമായിട്ട് ആൾ വരാണ്ട് ഒഴിഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി അവിടെ പോയിട്ട് വെഞ്ചരിച്ച കല്ലുപ്പുടെയും കുന്തിരിക്കും പോച്ചും ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവിടെ താമസക്കാരായി. യേശുവേ നന്ദി. നമുക്ക് നന്ദി വരെ കണ്ടോ. ഭൂതോച്ചാരണ വസ്തുക്കൾ ആ സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ പാറ്റശല്യം മാറി, വീട്ടിലേക്ക് ആരും വരാത്ത അവസ്ഥ, വാടകയ്ക്ക് വരാത്ത അവസ്ഥ മാറി. അതിനകത്തെല്ലാം തടസ്സങ്ങളെ മാറിപ്പോയെന്നറിയോ. ഒലിവ് ഓയിൽ 2ാമത്തെ ആളാണ് ഇപ്പോൾ ഒലിവ് ഓയിലിൻ്റെ സാക്ഷ്യം പറഞ്ഞത് കേട്ടോ.